കർത്താവിൽ എൻ്റെ സഹോദരങ്ങളെ, വളരെ അനുഗ്രഹീതമായ മണ്ണിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അയർലൻഡിലെ ക്രോ പാട്രിക് എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധനായ പാട്രിക്, നമുക്കറിയാം, അയർലൻഡിന്റെ അപ്പോസ്തലനാണ് അദ്ദേഹം. എബ്രായ പുസ്തകം 11-ാം അധ്യായം 33-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിലൂടെ അവർ രാജ്യങ്ങളെ കീഴടക്കി. വിശുദ്ധനായ പാട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ വചനം ആക്ഷരികമായി എത്ര അർത്ഥവത്താണ്. അദ്ദേഹം AD 4-ാം നൂറ്റാണ്ടിലാണ് UK നിന്ന് കർത്താവിൻ്റെ വചനവുമായി അയർലൻഡിൻ്റെ മണ്ണിലോട്ടെത്തുന്നത്. അന്ന് അയർലൻഡിൽ ഒരു ക്രിസ്ത്യാനി പോലുമില്ല. ഇവിടെ സത്യവിശ്വാസം കടന്നു വരികയോ സുവിശേഷ സത്യങ്ങൾ ഐറിഷ് ജനത കേൾക്കുകയോ ചെയ്തിട്ടില്ല. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകിയ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് അയർലൻഡിന്റെ മണ്ണിൽ കർത്താവിന്റെ സത്യസുവിശേഷം വിശുദ്ധ പാട്രിക് പ്രഘോഷിക്കുകയാണ്. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ശ്ലൈഹിക കരങ്ങളിലൂടെ ഐറിഷ് ജനതയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് ഇവിടെ പാഗൻ കൾച്ചറായിരുന്നു. പ്രകൃതി ശക്തികളെ ആരാധിച്ച് ദുരാചാരങ്ങളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ആഭിചാര പ്രക്രിയകളും അത്രമാത്രം തനി പൈശാചികത അധിവസിച്ചിരുന്ന ഒരു ഇടമായിരുന്നു അയർലൻഡ്. അന്ധകാരം നിറഞ്ഞിരുന്ന മണ്ണിൽ സുവിശേഷത്തിന്റെ തീ വിശുദ്ധ പാട്രിക്കിലൂടെ കർത്താവ് കൊളുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അതിശയകരമായ വിധം പരിശുദ്ധാത്മ പ്രവർത്തിച്ചു. അയർലൻഡിന്റെ മാനസാന്തരത്തിനു വേണ്ടി, ഐറിഷ് ജനതയുടെ ഇവാഞ്ചലൈസേഷന് വേണ്ടി സെന്റ് പാട്രിക് പ്രാർത്ഥിച്ച മലയാണ് നമ്മൾ പുറകുവശത്ത് കാണുന്നത്. ഇപ്പൊ അത് ഫോഗ് കാരണം നമുക്ക് കൃത്യം കാണാൻ പറ്റുന്നില്ലെങ്കിലും 40 ദിനരാത്രങ്ങൾ ഈ മലയിൽ കയറി അദ്ദേഹം കൊടും തപസ് ചെയ്ത് ഐറിഷ് ജനതയുടെ വിശുദ്ധീകരണത്തിനും ആത്മീയ വീണ്ടെടുപ്പിനുമായി ദൈവസന്നിധിഷമായി അദ്ദേഹം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന തപസ്സിലൂടെ തന്നിലേക്ക് പകരപ്പെട്ട അഭിഷേക ശക്തിയാലാണ് അയർലൻഡിനെ യേശു ക്രിസ്തുവിനായി പാട്രിക് നേടിയത്. സഹോദരങ്ങൾ, ഈ മണി നിൽക്കുമ്പോൾ തന്നെ ആ അഭിഷേകത്തിന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. എത്രയോ വ്യക്തികളാണ് പ്രാർത്ഥിച്ച് കുരിശിന്റെ വഴി ചൊല്ലി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഈ മല കയറി അങ്ങ് അറ്റത്ത് ഒരു 3 മണിക്കൂർ സമയമെങ്കിലും ഈ മല കയറാൻ. അത്രയും വലിയ നമ്മുടെ മലയാറ്റൂര് മല പോലെയല്ല, അതിനൊക്കെ ഒരു 5-6 ഇരട്ടി വലിപ്പമുണ്ട്. 3 വലിയ മലകൾ കയറിയിട്ട് വേണം നമുക്ക് ആ ഏറ്റവും ടോപ്പിലുള്ള പടിയിലെത്താനായി. അവിടെയാണ് പാട്രിക് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. നമ്മളിപ്പോൾ കാണുന്നത് വിശുദ്ധ പാട്രിക്കിന്റെ തമ്പാണ്. ആ തമ്പ് കൈകളിലെടുക്കാനോ ഇത്രയും മഹാവിശുദ്ധനായ പാട്രിക്കിന്റെ ആ തമ്പ് നെറ്റിയിൽ കുരിശു വരച്ച് വിശുദ്ധന്റെ മേൽ പകരപ്പെട്ട ഈ അഭിഷേകം അതിൻ്റെ ഒരു പങ്ക് സ്വീകരിക്കുവാനും കർത്താവ് വലിയ കരുണ കാണിച്ചു. കർത്താവിന്റെ വിശ്വസ്തതയായത് കാണുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. സെന്റ് പാട്രിക്കിനോട് ചേർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടോ? ഏത് അസാധ്യതകളെയും സാധ്യതകളാക്കി മാറ്റാൻ നമുക്ക് പറ്റും. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടും. ഏത് പ്രതിസന്ധിയെയും നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഏത് പ്രതികൂലത്തെയും അനുകൂലമാക്കി മാറ്റാൻ പറ്റും. സെന്റ് പാട്രിക്കിന് മാധ്യസ്ഥം തേടി പാട്രിക്കിന് മേൽ പകർന്ന അഭിഷേകത്തിന്റെ ഒരു പോർഷൻ, ഒരു പങ്ക് നമ്മുടെ ആത്മാവിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വേൾഡ് ഇവാഞ്ചലൈസേഷനായി തിരുസഭയുടെ നവീകരണത്തിനും ശക്തീകരണത്തിനുമായി അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കും പ്രാർത്ഥനയിൽ ഉപവാസത്തിലും തപസ്സിലുമായിരുന്ന് അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവിന്റെ പദ്ധതികളോട് സഹകരിക്കാം. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കും.